മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്നതും പരിസ്ഥിതിയിൽ ലഭ്യമായതും സാങ്കേതികമായി പ്രാപ്യമായതും സാംസ്കാരികമായി സ്വീകാര്യവുമായ ഏതൊന്നിനെയും വിഭവം എന്ന് വിളിക്കാം. അതായത് മനുഷ്യൻ്റെ ആവശ്യം നിറവേറ്റാൻ കഴിയുന്ന എന്തിനേയും വിഭവം എന്ന് വിളിക്കാം. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്നതും പരിസ്ഥിതിയിൽ ലഭ്യമായതും സാങ്കേതികമായി പ്രാപ്യമായതും സാംസ്കാരികമായി സ്വീകാര്യമായ ഏതൊന്നിനെയും വിഭവം എന്ന് വിളിക്കാം. ജൈവ വിഭവങ്ങളും അജൈവ വിഭവങ്ങളും ജൈവമണ്ഡലത്തിൻ്റെ ഭാഗമായതും മനുഷ്യന് പ്രയോജനപ്പെടുത്താവുന്നതുമായ ജീവനുള്ള ഏതൊന്നും ജൈവ വിഭവമാണ്. മനുഷ്യർ, സസ്യജന്തുജാലങ്ങൾ എന്നിവ ജൈവ വിഭവങ്ങളാണ്. ജൈവമണ്ഡലത്തിൻ്റെ ഭാഗമായതും മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ ജീവനുള്ള ഏതും ജൈവ വിഭവമാണ്. മനുഷ്യർ, സസ്യജന്തുജാലം അതൊക്കെ ജൈവ വിഭവങ്ങളാണ്. ഇനി പുനഃസ്ഥാപനശേഷിയുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളെന്നും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് വണ്ണാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. ഭൗതികമോ രാസികമോ ആയ പ്രക്രിയകളിലൂടെ പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോ പുനഃസ്ഥാപിക്കപ്പെടുന്നതോ ആയ വിഭവങ്ങളാണിവ. ഭൗതികമായോ രാസികമായിട്ടുള്ള പ്രക്രിയ വഴി പ്രകൃതിയിൽ തുടർച്ചയായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നു. അങ്ങനത്തെ സാധനങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. ഇവയിൽ പലതും ഉപയോഗാനന്തരം തീർന്നു പോകാത്തതാണ്. ഉപയോഗിക്കും തോറും തീർന്നു പോവില്ല, വീണ്ടും ഉപയോഗയോഗ്യവുമാണ്. അമിതമായി ഉപയോഗിക്കാത്തിടത്തോളം സുസ്ഥിരമായി നിലനിൽക്കുന്ന വിഭവങ്ങളാണ്. മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നവയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവം. ഭൗതികമായോ രാസികമായിട്ടോ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അത് ഉപയോഗിക്കും തോറും തീർന്നു പോവില്ല, സുസ്ഥിരമായിട്ട് നിലനിൽക്കുന്ന വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. അടുത്തത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. നാം ശ്വസിക്കുന്ന വായു, സൗരോർജം എന്നിവ പരിധിയില്ലാത്ത അളവിൽ ലഭ്യമാണ്. എന്നാൽ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ തുടങ്ങിയ വിഭവങ്ങളുടെ അവസ്ഥയോ? ഈ വിഭവങ്ങൾ എത്ര കാലം ലഭ്യമാകുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണിവ. ധാതുക്കൾ, ഫോസിൽ ഇന്ധനങ്ങൾ തുടങ്ങിയവ ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ധാതുക്കൾ, ഫോസിൽ ഇന്ധനങ്ങൾ അതൊക്കെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിന് എക്സാമ്പിൾ. ലോഹങ്ങൾ പോലുള്ള ചില വിഭവങ്ങൾ പുനരുപയോഗിക്കാവുന്നവയാണ്. എന്നാൽ ഫോസിൽ ഇന്ധനങ്ങൾ പോലുള്ളവ പുനരുപയോഗിക്കാൻ കഴിയില്ല. മാത്രവുമല്ല ഉപയോഗത്തിനനുസരിച്ച് അവ തീർന്നു പോവുകയും ചെയ്യും. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നതാണ്. അതിന് എക്സാമ്പിളാണ് ധാതുക്കൾ, ഫോസിൽ, കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ ഒക്കെ. ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളുടെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. വ്യക്തിഗത വിഭവങ്ങൾ, സാമൂഹ്യ വിഭവങ്ങൾ, ദേശീയ വിഭവങ്ങൾ, അന്തർദേശീയ വിഭവങ്ങൾ. വ്യക്തിഗത വിഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ളതാണ്. അതായത് വീട്, പുരയിടം, സ്വന്തം വാഹനം അങ്ങനത്തെയൊക്കെ. സാമൂഹ്യ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും പ്രാപ്യമായിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് പൊതു കളിസ്ഥലം, ഉദ്യാനം, ശ്മശാനം തുടങ്ങിയവ. ദേശീയ വിഭവങ്ങൾ രാജ്യത്തിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ദേശീയ വിഭവം. ഇതിന് എക്സാമ്പിൾ ധാതു സമ്പത്ത്, വനങ്ങൾ, വന്യജീവി സമ്പത്ത്, ജലാശയം, രാജ്യാതിർത്തിക്കുള്ളിലെ ഭൂപ്രദേശം, തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രം. 12 നോട്ടിക്കൽ മൈൽ വരെ രാജ്യത്തിൻ്റെ അതിർത്തിയാണ്. അപ്പോൾ അതും ദേശീയ വിഭവങ്ങളാണ്. ഇനി അന്തർദേശീയ വിഭവങ്ങൾ, അന്തർദേശീയ ഏജൻസികളുടെ ഉടമസ്ഥതയിലുള്ളവ. 200 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്ര വിഭവങ്ങൾ. അനുമതിയില്ലാതെ ഒരു രാജ്യത്തിനും ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ 200 നോട്ടിക്കൽ മൈൽ അപ്പുറമുള്ളതാണ് അന്തർദേശീയ വിഭവം. അടുത്തത് സാധ്യതയുള്ള വിഭവങ്ങൾ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും എന്നാൽ ഉപയോഗിക്കപ്പെടാത്തതുമായിട്ടുള്ള വിഭവങ്ങളാണ് സാധ്യതയുള്ള വിഭവം. പ്രദേശത്ത് കാണപ്പെടുന്നുണ്ട് എന്നാൽ ഉപയോഗിക്കുന്നില്ല, അങ്ങനത്തെ സാധ്യതയുള്ള വിഭവങ്ങൾ. രാജസ്ഥാനിലും ഗുജറാത്തിലും കാറ്റ്, സൂര്യപ്രകാശം എന്നിവയിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഏറെ സാധ്യതകളാണുള്ളത്. എന്നാൽ അവ നാമമാത്രമായ ഊർജ്ജോൽപാദനത്തിനായി ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ. ഉപയോഗത്തിനായി സർവേ ചെയ്ത് അവയുടെ ഗുണനിലവാരവും അളവും നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള വിഭവങ്ങളാണ് വികസിത വിഭവങ്ങൾ. ഇത്തരം വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ മതിയായ സാങ്കേതിക വിദ്യയും വികസിപ്പിക്കുന്നു.
വികസിത വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗത്തിനായിട്ട് സർവേ ചെയ്ത് അതിൻ്റെ ഗുണനിലവാര അളവൊക്കെ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള വിഭവങ്ങളാണ് വികസിത വിഭവങ്ങൾ. ഇത്തരം വിഭവങ്ങൾ പ്രയോജനപ്പെടുത്താൻ മതിയായ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളതും എന്നാൽ അവ പ്രയോജനപ്പെടുത്തുവാൻ മനുഷ്യർക്ക് ഉചിതമായ സാങ്കേതിക വിദ്യ ഇല്ലാത്തതുമായ വസ്തുക്കളെ സ്റ്റോക്കുകൾ എന്നാണ് വിളിക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യം നിറവേറ്റാൻ കഴിവുണ്ട്, എന്നാൽ അത് പ്രയോജനപ്പെടുത്താൻ മനുഷ്യർക്ക് ഉചിതമായ സാങ്കേതിക വിദ്യ ഇല്ല. അതിനെയാണ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജനെ ഒരു സമ്പന്നമായ ഊർജ്ജ സ്രോതസ്സായി പ്രയോജനപ്പെടുത്താവുന്നതാണ്, എന്നാൽ അതൊരു വിഭവമായിട്ട് ഉപയോഗിക്കുന്നതിന് നമുക്കിന്ന് നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടില്ല. ഇത്തരം ഭാവിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ധാരാളം ഊർജ്ജ സ്രോതസ്സുകൾ പ്രകൃതിയിലുണ്ട്. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യം നിറവേറ്റാൻ പറ്റും, എന്നാൽ അതിനുള്ള സാങ്കേതിക വിദ്യ ഒന്നും ഇതുവരെ വികസിപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ വസ്തുക്കളാണ് സ്റ്റോക്കുകൾ. അടുത്തത് നിലവിലുള്ള സാങ്കേതിക അറിവിൻ്റെ സഹായത്തോടെ ഉപയോഗത്തിൽ വരുത്താൻ കഴിയുന്നതും നിലവിൽ അവയുടെ ഉപയോഗം ആരംഭിച്ചിട്ടില്ലാത്തതും എന്നാൽ ഭാവിയിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പിന്നീട് പ്രയോജനപ്പെടുത്തിയേക്കാവുന്നതുമായ വിഭവങ്ങളാണ് കരുതൽ വിഭവ ശേഖരങ്ങൾ. അതായത് നിലവിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉപയോഗത്തിൽ വരുത്താൻ കഴിയും, നിലവിൽ അതിൻ്റെ ഉപയോഗം ആരംഭിച്ചിട്ടില്ല, എന്നാൽ ഭാവിയിലെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് പ്രയോജനപ്പെടുത്താം. അങ്ങനത്തെ വിഭവങ്ങളിലാണ് കരുതൽ വിഭവ ശേഖരങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതി വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതും മനുഷ്യർക്ക് ഉപയോഗപ്രദവുമായ പദാർത്ഥങ്ങളോ വസ്തുക്കളോ ഊർജ്ജ രൂപങ്ങളോ ആണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് മനുഷ്യർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഊർജ്ജരൂപമാണ്. സ്വാഭാവിക അവസ്ഥയിൽ പ്രകൃതിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള മൂല്യവത്തായ വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ. അവ മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെടുന്നതല്ല. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ്, മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെടുന്നതല്ല. വായു, ജലം, മണ്ണ്, ധാതുക്കൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, ഫോസിൽ ഇന്ധനങ്ങൾ തുടങ്ങിയവയൊക്കെ പ്രകൃതി വിഭവങ്ങളാണെന്നറിയാം. ഗാർഹികവും കാർഷികവും വ്യാവസായികവുമായ ആവശ്യങ്ങൾക്കായും ഊർജ്ജ ആവശ്യങ്ങൾക്കായും നാം പ്രകൃതി വിഭവങ്ങളെ ആശ്രയിക്കുന്നു. പ്രകൃതി വിഭവങ്ങളെ ഭൂമിയിൽ അവയുടെ വിതരണക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലായിടത്തും കാണപ്പെടുന്ന വിഭവങ്ങളെന്നും പ്രാദേശികവൽക്കരിക്കപ്പെട്ട വിഭവങ്ങളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. എല്ലായിടത്തും കാണപ്പെടുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണമാണ് വായു, സൗരോർജം, ജലം തുടങ്ങിയവ. എന്നാൽ പ്രാദേശികവൽക്കരിക്കപ്പെട്ട വിഭവങ്ങൾ ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് കാണുള്ളൂ. അതിന് എക്സാമ്പിളാണ് ലോഹ അയിരുകളും ഫോസിൽ ഇന്ധനങ്ങളും. ദൈനംദിന ജീവിതത്തിൽ പ്രകൃതി വിഭവങ്ങൾ ചെലുത്തുന്ന സ്വാധീനം എത്രമാത്രമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യജീവിതത്തിന് ഒഴിച്ചുകൂടാനാവാത്ത പ്രകൃതി വിഭവങ്ങളാണ് ധാതു വിഭവങ്ങളും ഊർജ്ജ വിഭവങ്ങളും. മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രകൃതി വിഭവമാണ് ധാതു വിഭവവും ഊർജ്ജ വിഭവവും. പ്രകൃതിയാൽ രൂപപ്പെട്ടതും നിയതമായ രാസഭൗതിക സവിശേഷതകളോട് കൂടിയതും കാർബണീകമോ അകാർബണീകമോ ആയ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ. ധാതുക്കൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാൽ അത് രൂപപ്പെട്ടിട്ടുള്ളതാണ്. രാസഭൗതിക സവിശേഷതകളുണ്ട്. കാർബണീകമോ അകാർബണീകമോ ആയ പദാർത്ഥമാണ് ധാതുക്കൾ. ആറ്റങ്ങൾ ഒരു നിശ്ചിത രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള രാസസംയുക്തങ്ങളാണ് ധാതുക്കൾ. ആറ്റങ്ങളൊക്കെ നിശ്ചിത രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കും, അതായിരിക്കും ധാതുക്കൾ. ഭൂരിഭാഗം ധാതുക്കളും രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടിച്ചേർന്നാണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ധാതുക്കൾ രണ്ടോ അതിൽ കൂടുതലോ മൂലകങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് രൂപം കൊള്ളുന്നത്. വളരെ കുറച്ച് മൂലകങ്ങൾ മാത്രമേ പ്രകൃതിയിൽ മൂലകാവസ്ഥയിൽ കാണപ്പെടുന്നുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ മനുഷ്യൻ്റെ ക്ഷേമവും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയും സാമ്പത്തിക വികസനവും ഒരു പരിധിവരെ ധാതു ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. ധാതുക്കളിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: ലോഹധാതുക്കളും അലോഹധാതുക്കളും. ലോഹധാതുക്കളിൽ പെടുന്നതാണ് ഇരുമ്പിൻ്റെ അംശം ഉള്ളതും ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തതും. അലോഹധാതുക്കളിൽ പെടുന്നതാണ് അകാർബണീക ധാതുക്കളും കാർബണീക ധാതുക്കളും. പൊതുവെ ലോഹധാതുക്കളിൽ നിന്നും നിരവധി ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുകയും അവ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. വറചട്ടി മുതൽ ചലനശക്തിയുള്ള യന്ത്രങ്ങൾ വരെ ഇരുമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്നു. ഉരുക്കിനേക്കാൾ ഉറപ്പും എന്നാൽ ഉരുക്കിൻ്റെ പകുതി മാത്രം ഭാരമുള്ളതുമായ ടൈറ്റാനിയം വിമാനങ്ങൾ, ജെറ്റ് എഞ്ചിൻ, മിസൈലുകൾ തുടങ്ങി ബഹിരാകാശ വാഹനങ്ങൾ വരെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അമൂല്യ ധാതുവായ സ്വർണം ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനും ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ഉപയോഗിക്കുന്നു. ലോഹങ്ങൾ മാത്രമല്ല, അവയുടെ മിശ്രിതങ്ങളും സംയുക്തങ്ങളും വ്യാവസായികമായും കാർഷികമായും പ്രയോജനപ്പെടുത്തുന്നു.
മാംഗനീസ് സംയുക്തങ്ങൾ ഔഷധങ്ങളുടെ നിർമ്മാണത്തിന് പോലും ഉപയോഗിക്കാറുണ്ട്. അലോഹധാതുക്കൾക്ക് പൊതുവെ ലോഹധാതുക്കളുടെ മാത്രം പ്രത്യേകതയായ ലോഹത്തിളക്കമില്ല. അസംസ്കൃത വസ്തുവായോ മറ്റു ധാതുക്കളുടെ കൂടെയോ നിരവധി വ്യാവസായിക ആവശ്യങ്ങൾക്കായി അവയെ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? ഇരുമ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ്. വറചട്ടി മുതൽ യന്ത്രങ്ങൾ വരെ ഇരുമ്പ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ ടൈറ്റാനിയം എന്ന് പറയുന്നത് ഉരുക്കിനേക്കാൾ ഉറപ്പുണ്ട്, എന്നാൽ ഉരുക്കിൻ്റെ പകുതി മാത്രമാണ് അതിന് ഭാരമുള്ളൂ. ആ ടൈറ്റാനിയം ജെറ്റ് എഞ്ചിൻ, വിമാനം, മിസൈൽ അങ്ങനെ ബഹിരാകാശ വാഹനങ്ങളൊക്കെ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്വർണം, അത് ആഭരണങ്ങൾ നിർമ്മിക്കുക, ഇലക്ട്രോണിക് സാങ്കേതികവിദ്യ, ബഹിരാകാശ സാങ്കേതികവിദ്യ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലോഹങ്ങൾ മാത്രമല്ല, അതിൻ്റെ മിശ്രിതവും സംയുക്തവും വ്യാവസായികമായിട്ടും കാർഷികമായിട്ടും ഒക്കെ ഉപയോഗിക്കും. മാംഗനീസ് സംയുക്തങ്ങൾ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കും. ലോഹധാതുക്കളുടെ പ്രത്യേകതയായിട്ടുള്ള ലോഹത്തിളക്കം ഉണ്ടാവില്ല. അസംസ്കൃത വസ്തുവായോ മറ്റു ധാതുക്കളുടെ കൂടെയോ നിരവധി വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ അലോഹധാതുക്കളിനെ പ്രയോജനപ്പെടുത്തുന്നത്. പ്രധാനപ്പെട്ട പല ലോഹമൂലകങ്ങൾക്കും ഉൾക്കൊള്ളുന്ന ധാരാളം ധാതുക്കൾ അടങ്ങിയ ശിലകൾ ഭൂമിയിലുണ്ട്. ഇത്തരം ശിലകളിൽ നിന്നും വളരെ കുറഞ്ഞ ചെലവിൽ ലോഹമൂലകങ്ങളെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നു. ലാഭകരമായ രീതിയിൽ ഒന്നോ അതിലധികമോ ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഭൗമവസ്തുക്കളാണ് അയിരുകൾ. ഒരു ലോഹം ഒന്നിലധികം അയിരുകളിൽ നിന്നും വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഉദാഹരണമായി ഇരുമ്പ് എന്ന ലോഹം ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് തുടങ്ങിയ അയിരിൽ നിന്നും വേർതിരിച്ചെടുക്കാം. ഒരു അയിര് നിക്ഷേപത്തിൽ നിന്നും ഒന്നിലധികം ലോഹങ്ങളും ലഭിക്കാറുണ്ട്. അയിരിൽ നിന്നാണ് ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്നത്. അതായത് ഇരുമ്പിൻ്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അതിൽ നിന്നാണ് ഇരുമ്പിനെ എടുക്കുന്നത്. അപ്പോൾ ഒരു അയിര് നിക്ഷേപത്തിൽ നിന്ന് ഒന്നിലധികം ലോഹങ്ങളും നമുക്ക് കിട്ടും. വൈവിധ്യമാർന്ന ലോഹധാതുക്കളാൽ സമ്പന്നമാണ് നമ്മുടെ ഭൂമി. നാം ഉപയോഗിക്കുന്ന ലോഹങ്ങളും പ്രധാനപ്പെട്ട അയിരും ചുവടെ നൽകിയിരിക്കുന്നു. അപ്പോൾ പ്രധാന ലോഹങ്ങളുമുണ്ട്, അയിരുകളുമുണ്ട്. ഇരുമ്പിൻ്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ്. ഇരുമ്പിൻ്റെ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ്. അടുത്തത് ചെമ്പ്, അത് ചാൽക്കോപൈറൈറ്റ്, നേറ്റീവ് കോപ്പർ. ചെമ്പിൻ്റെയാണ് ചാൽക്കോപൈറൈറ്റ്, നേറ്റീവ് കോപ്പർ. മാംഗനീസിൻ്റെ പൈറോലുസൈറ്റ്, സിലോമെലൻ മാംഗനീസിൻ്റെ. പിന്നെ അലുമിനിയത്തിന് ബോക്സൈറ്റ്, ക്രോമിയത്തിന് ക്രോമൈറ്റ്. അപ്പോൾ ഇരുമ്പിൻ്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ്. ചെമ്പിൻ്റെയാണ് ചാൽക്കോപൈറൈറ്റും നേറ്റീവ് കോപ്പറും. മാംഗനീസിന് പൈറോലുസൈറ്റും സിലോമെലനും. അലുമിനിയത്തിൻ്റെ ബോക്സൈറ്റ്, ക്രോമിയത്തിന് ക്രോമൈറ്റ്. പിന്നെ അടുത്തതാണ് ലെഡിൻ്റെയാണ് ഗലീന. സിങ്ക് സ്ഫാലറൈറ്റ്, സിങ്ക്. സ്വർണം, നേറ്റീവ് സ്വർണം. ടൈറ്റാനിയം, ഇൽമനൈറ്റ്, റൂട്ടൈല്. യുറേനിയം, യുറാനിനൈറ്റ്. അപ്പോൾ ഇരുമ്പിൻ്റെ അയിര് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ്. പിന്നെ അതുപോലെ അലുമിനിയത്തിൻ്റെ ചോദിച്ചിട്ടുണ്ട്, അത് ബോക്സൈറ്റ് ആണ്. പിന്നെ ലെഡ്, ഗലീന അത് ചോദിച്ചിട്ടുണ്ട്. സിങ്ക്, സ്ഫാലറൈറ്റ് പുതിയതാണ്. സ്വർണം, നേറ്റീവ് സ്വർണം. പിന്നെ ടൈറ്റാനിയം, ഇൽമനൈറ്റ്, റൂട്ടൈല് ചോദിക്കാറുണ്ട്. യുറേനിയം, യുറാനിനൈറ്റ്. ഇനി ഇരുമ്പിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കാരജാസ് ഖനിയുടെ ചിത്രമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനി അതാണ് കാരജാസ് ഖനി. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനി കാരജാസ് ഖനിയാണ്. തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീലിലാണ് ഈ ഖനി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഖനിയാണ് കാരജാസ് ഖനി. അത് ബ്രസീലിലാണുള്ളത്. ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ലോഹമാണ് ഇരുമ്പ്. മാനവ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇരുമ്പിൻ്റെ പ്രാധാന്യം എത്രമാണെന്ന് നമുക്ക് ഊഹിക്കാം. ഓസ്ട്രേലിയ, ബ്രസീൽ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വൻ ഇരുമ്പയിര് ശേഖരം കാണപ്പെടുന്നു. ഇന്ത്യയും ഒരു പ്രധാന ഇരുമ്പ് ഉൽപ്പാദക രാജ്യമാണ്. അപ്പോൾ ഓസ്ട്രേലിയ, ബ്രസീൽ, റഷ്യ അവിടെയൊക്കെയാണ് വലിയ തോതിൽ ഇരുമ്പയിര് നിക്ഷേപം കാണപ്പെടുന്നത്. ഇന്ത്യയിലും കാണുന്നുണ്ട്. ഉരുക്ക് നിർമ്മാണത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഇരുമ്പ്. അപ്പോൾ ഉരുക്ക് നിർമ്മിക്കാനായിട്ട് പ്രധാന ഘടകം ഇരുമ്പാണ്. ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 98% ഉരുക്ക് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇരുമ്പയിരിൻ്റെ 98% ഉരുക്ക് നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 50 രാജ്യങ്ങൾ ഇരുമ്പ് ഖനനം ചെയ്യുന്നുണ്ട്. ശക്തമായൊരു വ്യാവസായിക അടിത്തറ നിലനിർത്തുന്നതിന് ഉരുക്ക് നിർണായക പങ്ക് വഹിക്കുന്നു. അടുത്തത് ചെമ്പാണ്.
മരച്ചില്ലകളും മറ്റും മുറിക്കുന്നതിനായി പുരാതന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരു ചെമ്പ് ഉപകരണത്തിൻ്റെ ചിത്രം. ഏതാണ് ചിത്രം? ഇതാണ് ആ ചിത്രം. പുരാതന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ചെമ്പ് ഉപകരണമാണ് മരമൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആദ്യകാല ലോഹങ്ങളിൽ ഒന്നായിരുന്നു ചെമ്പ്. പ്രകൃതിയിൽ താരതമ്യേന ശുദ്ധമായ അവസ്ഥയിൽ കണ്ടെത്തിയിരുന്നതിനാൽ അത് എളുപ്പത്തിൽ സംസ്കരിച്ചെടുക്കുവാനും ഉപയോഗിക്കുവാനും സാധിച്ചിരുന്നു. ചെമ്പിൻ്റെ കണ്ടുപിടുത്തം ചെമ്പ് യുഗത്തിൻ്റെ തുടക്കം കുറിച്ചു എന്ന് നമ്മൾ ചരിത്ര ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആദിമ മനുഷ്യർ അലങ്കാര ആവശ്യങ്ങൾക്കും ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും ആയുധങ്ങൾക്ക് വേണ്ടിയുമാണ് ചെമ്പ് ഉപയോഗിച്ചത്. ഇതിനാണ് പണ്ടത്തെ ആൾക്കാർ അലങ്കാര ആവശ്യം, ഉപകരണം നിർമ്മിക്കാൻ ആയുധം, അതിനുവേണ്ടി ചെമ്പ് ഉപയോഗിച്ചത്. എന്നാൽ ഇന്ന് വയറുകൾ, ഇലക്ട്രിക് മോട്ടോറുകൾ, ട്രാൻസ്ഫോമറുകൾ, ജനറേറ്റർ അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി വൈദ്യുത വ്യവസായത്തിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ലോഹമായിട്ട് ചെമ്പ് മാറി. ചെമ്പിൻ്റെ മറ്റുപയോഗങ്ങൾ കണ്ടെത്തുക. ചെമ്പുൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ചിലി. ചെമ്പിൽ മുന്നിൽ നിൽക്കുന്നത് ചിലിയാണ്. ചിലിയിലെ 2 വലിയ ചെമ്പ് ഖനികളാണ് എസ്കോണ്ടിഡയുടെയും കൊളാഹുവാസിയുടെയും ചിത്രം. എസ്കോണ്ടിഡയ പിന്നെ കൊളാഹുവാസി. അപ്പോൾ എസ്കോണ്ടിഡ, കൊളാഹുവാസി അങ്ങനെ 2 ചെമ്പ് ഖനികളാണ്. അതുള്ളത് ചിലിയിലാണ്. ചെമ്പുൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് ചിലിയാണ്. അങ്ങനെ കണക്ട് ചെയ്യാം.